ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഈ വനംവകുപ്പില് മൃഗ ആധിപത്യം ഒഴിവാക്കി മനുഷ്യാധിപത്യം ഉണ്ടാക്കണമെന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മനസ്സിലാകും. അദ്ദേഹം പാവങ്ങളുടെ നേതാവാണ്, പടത്തലവനാണ്, ഇരട്ടച്ചങ്ങനാണ് എന്നൊക്കെയാണ് പറയുന്നത്. നല്ലൊരു സഖാവാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഭരിക്കാൻ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും, അതുപോലെ അതിലെ ഉദ്യോഗസ്ഥന്മാരായി മനുഷ്യന്മാരെ നിയമിക്കണം. നിലവിലുള്ള ജന്തുക്കളെ എല്ലാം ഒഴിവാക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം അവർക്ക് ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അവർ മനുഷ്യരാണെങ്കിൽ അവർ മനുഷ്യരുടെ മനസ്സുകൊണ്ട് നിൽക്കുന്നവരല്ല, അവർ ജന്തുക്കളുടെ മനസ്സ് കൊണ്ട് നിൽക്കുന്നവരാണ്. ജന്തുക്കളുടെ കൂടെയാണ് അവർക്ക് കൂറ്. വനവകുപ്പ് എന്ന് പറഞ്ഞാൽ ജന്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. മനുഷ്യ ആവാസ വ്യവസ്ഥയിലേക്ക് ജന്തുക്കൾ വരാതിരിക്കാനും മനുഷ്യന്റെ ജീവിതത്തിന് കോട്ടം വരാത്ത വിധത്തിൽ ആ മൃഗ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ വനസംരക്ഷണം നടത്താനും നടപ്പിലാക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. ആ മൃഗങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ ബന്ധുക്കളോ ബാക്കി റിലേറ്റീവ്സോ ഒക്കെ ആയി അവരെ പോലെ പെരുമാറുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ വനംവകുപ്പിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ടും എന്തിന് മന്ത്രി മറ്റു ഉദ്യോഗസ്ഥന്മാരടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട്ടിൽ കടുവ കൊന്നത് നമുക്കറിയാം. ആന ചവിട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം. അതുപോലെ എത്ര കൊലപാതകങ്ങൾ. ദേ ഇപ്പോ അവസാനം വന്നിട്ടുള്ളത് മലപ്പുറം കരുവാരക്കുണ്ട്, അടയ്ക്കാക്കുണ്ട്, കാളികാവ് ആ മേഖലയില് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഗഫൂർ അലി എന്ന് പറയുന്ന ഒരു റബ്ബർ ടാപ്പിംഗുകാരൻ, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ആ അത്താണി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി വരും വനംവകുപ്പും അതുപോലെ വകുപ്പ് മന്ത്രിയും മറ്റുമെല്ലാം ജന്തുക്കളുടെ മനസ്സോടുകൂടി ഇങ്ങോട്ട് വന്നിട്ട് 5-8 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിക്കും. അതല്ല ആവശ്യം. ജനങ്ങൾക്ക് സ്വസ്ഥമായി സുഖമായി ജീവിക്കാൻ കഴിയണം. ഇവിടെ പലപ്പോഴും പറഞ്ഞതാണ്, ഈ വനമേഖലയിൽ നിന്ന് ജന്തുക്കൾ പുറത്തേക്ക് വരുന്നത്, ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ കവിഞ്ഞ വിധത്തിൽ അവിടെ എണ്ണത്തിൽ പെരുകിയത് കൊണ്ടാണ് എന്ന്. വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. പകരം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ജന്തുക്കളുടെ മനസ്സുള്ള കുറെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു വിട്ടേക്കാണ്. ഇവിടെ ഈ അബ്ദുൽ ഗഫൂർ അലി മരണപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേട്ടാ തോന്നും ഇത് വനമേഖലയാണെന്ന്. വനമേഖലയല്ല. വനമേഖല അവിടെ നിന്ന് കിലോമീറ്ററുകളോളം അകലെയാണ്. ഈ വനമേഖലയല്ല, റബ്ബർ ടാപ്പിംഗ് മേഖലയാണ്. അതുപോലെ മറ്റേ വാഴ കൃഷി, ചേമ്പ്, ചേന, കാപ്പി, കൊക്കോ മേഖല, അമ്മാതിരി ചികിത്സ നടത്തുന്ന മലയോര മേഖലയാണ്. ആ മലയോര മേഖലയിൽ എത്രയോ ദൂരെയാണ് വനം എന്ന് പറയുന്നത്. ആ വനമേഖലയിൽ നിന്ന് സാധാരണഗതിയിൽ ഉൾവനത്തിൽ കാണേണ്ട കടുവകൾ ആ ഉൾവനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ ജനവാസ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറി ഇതിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യനെ റബ്ബർ ടാപ്പിങ്ങിന് രാവിലെ വന്ന ഒരു മനുഷ്യനെ പിടിച്ചോണ്ട് പോയി കൊന്നുകളയുക, ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഭീകരമാണ് ഇത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വനംവകുപ്പിനോ വകുപ്പ് മന്ത്രിക്കോ അനങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മൃഗങ്ങളുടെ മനസ്സാണ് അല്ലെങ്കിൽ മൃഗങ്ങൾക്കോടൊപ്പമാണ് അവർ എന്ന് ചിന്തിക്കാനേ വേണ്ടൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അല്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. ആയിരുന്നുവെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജനസമൂഹം പരാതി പറയാൻ തുടങ്ങിയതാണ്. ആടിനെ പിടിച്ചോണ്ട് പോകുന്നു, പട്ടിയെ പിടിച്ചോണ്ട് പോകുന്നു, മറ്റു വളർത്തുമൃഗങ്ങളെ പിടിച്ചോണ്ട് പോകുന്നു. അതുപോലെ പലപ്പോഴും കടുവകളുടെ സാന്നിധ്യം അവിടെ കാണപ്പെടുന്നു. ആ സമയത്തൊക്കെ വനംവകുപ്പിന് കൃത്യമായി പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും എടുക്കാതെ ഓരോ മനുഷ്യജീവനും നഷ്ടപ്പെടുന്നത് അർമാദിച്ച് നോക്കിക്കണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല. അവരെ മൃഗങ്ങളെന്ന് വിളിച്ചാൽ മൃഗങ്ങൾക്ക് ഒരു പക്ഷേ അപമാനമാവും. അവരെ ജന്തുക്കളെന്ന് വിളിക്കാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ജന്തുക്കളെ മാറ്റി മനുഷ്യന്മാരെ നിയമിക്കണം. അതല്ല, അവർക്ക് മനുഷ്യന്മാരാണെങ്കിൽ മനുഷ്യന്മാരുടെ പണിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കണം. അവരോട് അത് പറയണം. ഇനിയുള്ള ജനങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴിയൊരുക്കണം. ഇവിടെ മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ പോരാ. മൃഗങ്ങൾ ഒരു കാട്ടിൽ എത്ര എണ്ണം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എത്രയാണ് പരമാവധി അതിന്റെ കപ്പാസിറ്റി, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ കൊന്നുകളയുകയോ നാട് കടത്തുകയോ ചെയ്യാനുള്ള ഉത്തരവിടണം. അതിനുള്ള നിയമമില്ലെങ്കിൽ നിയമം പാസ്സാക്കണം. കാരണം ഇവിടെ ഏകദേശം 10 വർഷം മുമ്പ് കടുവകൾ 10, 20, 22 മാത്രം കടുവകൾ നമ്മുടെ വനമേഖലയിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 200-ന് മേലെ ഉണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ഇത്രയധികം അധികരിച്ചത് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ 2000-ന് മേലെ വരും. അതായത് തിരുവനന്തപുരത്തോ എറണാകുളത്തോ കൊച്ചിയിലോ പോലും ജീവിക്കാൻ പറ്റാത്ത, കോഴിക്കോടോ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. കാരണം വനമില്ല എന്നുണ്ടെങ്കിലും വനമേഖലയിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ അക്രമം നടക്കുന്നത്. ഇപ്പൊ നിലവില് ഈ അബ്ദുൽ ഗഫൂർ അലിയെ പിടിച്ചോണ്ട് പോയത് വനത്തിന്റെ എത്രയോ കിലോമീറ്റർ പുറത്തു നിന്ന് ജനവാസ മേഖലയിൽ നിന്നാണ്, ജനങ്ങളുടെ കൃഷിയിടത്തിൽ നിന്നാണ്. നിലവിളി കേട്ട് നാട്ടുകാർ ചെന്ന് നോക്കിയത് കൊണ്ട് മാത്രം ശരീരം കിട്ടിയില്ലെങ്കിൽ എല്ലുപോലും ബാക്കി കിട്ടില്ല. അതായിരുന്നു നിലവിലുള്ള ഒരവസ്ഥ. അപ്പൊ ഇത്തരത്തിൽ അവസ്ഥയിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ, വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊന്നുകളയുമ്പോൾ എന്തെങ്കിലും 2, 3, 4, 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഒതുക്കാമെന്ന് കരുതരുത്. ഈ മൃഗങ്ങളെ കൊന്ന് നശിപ്പിച്ച് അവരുടെ എണ്ണം ക്രമീകരിച്ച് ഇനിയെങ്കിലും ഈ സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അത് നമ്മുടെ സർക്കാർ, അത് ഏത് സർക്കാർ ആയാലും കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും.
ആ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയോര വനമേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർ, സാധാരണക്കാർ അവരെങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത്? തിരുവനന്തപുരം സെക്രട്ടറിന്റെ നടയില് പന്നി ചെന്നു എന്നാണ്, കാട്ടുപന്നി ചെന്നു എന്നാണ് പറയുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ അത്രത്തോളം പെറ്റു പെരുകിയിട്ടുണ്ട്. എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് വോട്ട് ചോദിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്ത സാഹചര്യം വരും. ചെന്നാൽ നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം വരും. കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാള് ജീവപര്യന്തം നോക്കിയാൽ മതിയല്ലോ, അതോടുകൂടി തീരുമല്ലോ. ഈ വരുന്ന മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി ഇറങ്ങുന്ന മൃഗങ്ങളെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു എന്ന് കേട്ടു. അതായത് ഇവിടെ മൃഗങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി, ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് എതിരെയാണ് വരിക. കഴിഞ്ഞ ദിവസം ഒരു കാട്ടിൽ പോയി പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ആരും തല്ലിക്കൊന്നിട്ടൊന്നുമില്ല. നാട്ടിലേക്ക് ഇറങ്ങിയത് എങ്ങനെയോ ഷോക്കറ്റ് ചരിഞ്ഞു. അതിന്റെ പേരിൽ നാട്ടുകാരെ മുഴുവൻ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അവരുടെ അധികാരപരമായ നടപടിക്കെതിരെ ഒരു MLA പ്രതികരിച്ചത് കണ്ടു. ഞാൻ പറയുന്നത് ഈ MLA പ്രതികരിക്കേണ്ട നിയമസഭയിലാണ്. ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാത്രമല്ല, ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ നിയമസഭയ്ക്കകത്തുനിന്ന് ശബ്ദിക്കണം. കേരളത്തിലെ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങളെ അവയുടെ ഇന്നത്തെ വനമേഖലയുടെ വിസ്തൃതി അനുസരിച്ചുള്ള എണ്ണം എത്രയാണെന്ന് കണക്കാക്കി അത്രമാത്രമാക്കി ചുരുക്കി ബാക്കിയുള്ളവയെ നാടുകടത്തുകയോ കൊല്ലുകയോ വേണം. അതിനുള്ള നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാൻ ഇവിടുത്തെ ജനപ്രതിനിധി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ മന്ത്രിസഭയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അത് അറിഞ്ഞു കണ്ട് പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. Different angles. Don't forget to subscribe and support this channel.